ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഞാനിതാ ഒരു ഐഫോണിൻ്റെ കഥയായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ആഗ്രഹിച്ച് നൂറ്റ് ഞാനും ഒരു ഐഫോൺ എടുത്ത് സോറി ഐഫോൺ 50 ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ കളറുള്ള ഒരു ഷെയ്ഡുള്ള ഒരു ഐഫോൺ 50 ആണ് എടുത്തത്. ആദ്യം തന്നെ പറയാലോ, ഈ ഐഫോണിൻ്റെ ഒരു ABCD അറിയാതെയാണ് ആദ്യമായിട്ട് ഒരു ഐഫോൺ എടുക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും കാലം യൂസ് ചെയ്തത് ആൻഡ്രോയിഡാണ്. ഐഫോണിൻ്റെ പല വേർഷൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും 11, 12, 13 ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ അവസാനം പോയി എടുത്തത് ഐഫോൺ 50 ആണ്. അതുകൊണ്ട് തന്നെ ഐഫോണിനെ പറ്റിയിട്ട് വലിയൊരു ധാരണയൊന്നും ഇല്ലാതെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെല്ലാ ഇതിലും കേട്ടിട്ടുള്ളത് ഐഫോൺ നല്ല ക്ലാരിറ്റിയാണ്, നല്ല ക്ലിയർ ഉണ്ടാവും ഫോട്ടോയ്ക്ക്, വീഡിയോ അടിപൊളിയാണ്, അങ്ങനെയൊക്കെ നമ്മൾ റിവ്യൂ ഒക്കെ എല്ലാ സ്ഥലത്തു നിന്നും കേട്ടതിന് ശേഷമാണ് നമ്മൾ ഫോൺ എടുക്കുന്നത്. ഐഫോൺ നല്ല അടിപൊളിയാണ് സംഭവം. കാരണം ഇതിൽ വീഡിയോ എടുക്കാൻ നല്ല രസമുണ്ട്, വീഡിയോ എടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, ക്ലിയർ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫോണ് ഹീറ്റാവുന്നു വേഗം. നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഹീറ്റാവുന്നു, വീഡിയോ എടുക്കുന്ന സമയത്ത് ഹീറ്റാവുന്നു, നമ്മൾ പുറത്ത് വെയിലത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഹീറ്റാവുന്നു. ഇങ്ങനെയുള്ള ഹീറ്റിംഗ് പ്രശ്നമാണ് ഇതിലുണ്ടാവുന്നത്. ഇത് എല്ലാവർക്കും ഇതുപോലെയാണോ സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അത്രയും ആറ്റുനോറ്റ് കഷ്ടപ്പെട്ട് EMI എടുത്തിട്ടാണ് ഈ ഒരു ഫോൺ എടുത്തത്. കാരണം ഇപ്പോൾ സാധാരണക്കാർക്കൊന്നും ഒറ്റയടിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് അല്ല ഇതിന് വരുന്നത്. 78, 77 അങ്ങനെ എന്തോ ഒരു എമൗണ്ടാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒറ്റയടിക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ EMI ആയിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ഫോൺ എടുക്കുന്നത്. കാരണം എന്താ, നല്ലൊരു ഫോൺ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാമല്ലോ എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് എടുത്തത്. എടുത്തു കഴിഞ്ഞപ്പോഴും ഇതിൻ്റെ അവസ്ഥ എങ്ങനെയും പെട്ട് എന്നുള്ള അവസ്ഥയാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ സാധാരണ ആൻഡ്രോയിഡ് ഫോണിൽ തന്നെയാണ്. പക്ഷെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിനെക്കാട്ടി എത്രയോ നല്ല വ്യത്യാസം തന്നെയാണ് ഇത്. കാരണം എല്ലാ കാര്യങ്ങൾ കൊണ്ടും എല്ലാ ഫീച്ചറുകൾ കൊണ്ടും ഒക്കെ നല്ല മേന്മ തന്നെയാണ്. പക്ഷേ ഹീറ്റ് ആവുക, നമ്മളിങ്ങനെ ചൂടായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, അയ്യോ ഇതൊക്കെ പൊട്ടിത്തെറിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു പേടി ഉണ്ടാവില്ല നമുക്ക്. അത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥയും. അപ്പോൾ ഇതിന് എന്താ ചെയ്യുക, ഇതിനെന്താ പ്രതിവിധി ഒന്നും എനിക്കറിയില്ല. ഇതെടുത്ത് നമ്മൾ ഈ ഫോൺ എടുത്ത് രണ്ടാമത്തെ ദിവസം തന്നെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കോഴിക്കോടുള്ള മൈജിയിൽ നിന്നാണ് ഞാനത് എടുത്തത്. രണ്ടാമത്തെ ദിവസം തന്നെ ഇതിങ്ങനെ ഒരു ചെറുതായിട്ടുള്ള ഇങ്ങനെ ഈ ഒരു ഹീറ്റിംഗ് പ്രോബ്ലം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ പോയി പറഞ്ഞ് എങ്ങനെയാണിത് ഇങ്ങനെ ഹീറ്റ് എന്നാൽ. അപ്പോൾ ഓരോ നോക്കിയിട്ട് പറഞ്ഞു ഇല്ല അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് ഒമാനിലേക്ക് എത്തി. ഇനി ഇവിടെ ഒമാനിൽ ഇതിൻ്റെ സർവീസ് ഉണ്ടോ, ഇത് മൈജിയിൽ നിന്നാണ് എടുത്തത്, എന്താണെന്നറിയില്ല. ഇനി ഇതാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു വർഷത്തേക്ക് അവർ ഇങ്ങനെ ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇൻഷുർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇനി ഇതെന്താ ചെയ്യുക, ഇതിനെന്താ പ്രതിവിധി ഒന്നും എനിക്ക് അറിയില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതിനിപ്പോൾ നമുക്ക് മാത്രമാണോ ഇങ്ങനെ ഒരു അനുഭവം ഉള്ളത്, അല്ലെങ്കിൽ ഈ ഐഫോൺ 50 എടുത്ത എല്ലാവർക്കും ഇങ്ങനത്തെ അനുഭവമാണോ, ഇതിന് ഇനി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പോലുള്ള സാധാരണക്കാർക്കൊക്കെ എന്താ വിഷമം എന്ന് വെച്ചാൽ ആകെ രണ്ടാമത്തെ അടവായിട്ടേ ഉള്ളൂ. അപ്പം തന്നെ ഫോൺ ഇങ്ങനെ കിടന്ന് പതയുകയാണെങ്കിൽ നമ്മളെ നെഞ്ചിലെ പതപ്പ് എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിക്കണേ. ഇനി എത്രയോ മാസം അടവടച്ചിട്ട് വേണം അത് ഒന്ന് കടം വീട്ടിയെടുക്കാൻ. അതിനു മുന്നേ ഇങ്ങനെ ഇത് ചൂടാവുകയാണെങ്കിൽ അയ്യോ എൻ്റെ ദൈവമേ എന്നുള്ളൊരു വിചാരമാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി, അത് സാധാരണ രീതിയിലുള്ള ചൂടല്ല. നമ്മുടെ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും ചില സമയത്തൊക്കെ ചൂടാവും, നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ ചാർജിങ്ങും ഒക്കെ കൂടുതൽ ചെയ്യണം. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുമ്പോഴത്തേക്കും റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ കയറുമ്പോൾ അല്ലാതെ യൂട്യൂബ് കാണുമ്പോൾ അതൊന്നും പ്രശ്നമില്ല. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ചൂടാവുക, പിന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് ചൂടാവുക, പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിലത്ത്, അപ്പോൾ നമ്മൾ വെയിലത്ത് പോയിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒമാനിൽ പുറത്തിറങ്ങിയിട്ട് വെയിലത്ത് നിന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫോൺ ചൂടാവുക, കാരണം വെയിലത്ത് നിന്ന് എടുക്കുമ്പോൾ ഫോൺ ചൂടാവുക. ഇത്രയും കാരണങ്ങളൊക്കെയാണ് ഇത് ചൂടാവുന്നത്. അപ്പോൾ അതാണ് ഒരു പേടി, എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഐഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി ഇതിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇനി പുതുതായിട്ട് ആരെങ്കിലും ഇതേമാതിരി ഐഫോൺ 50 എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ടോ ആരോടെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചിട്ടൊക്കെ എടുക്കുക. കാരണം നമുക്ക് പറ്റിയൊരു അബദ്ധം ഇനി വേറൊരാൾക്കും പറ്റരുത്. ഞാൻ ഈ ഫോണിന് ഒരിക്കലും കുറ്റമായിട്ട് പറയില്ല, നമുക്ക് ഉണ്ടാകുന്ന ഒരു മോശം അവസ്ഥയാണിത്. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് ഒരു സാധനം വരുന്ന സമയത്ത് അതിന്
ഇത്രയൊരു മോശമായിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പറയണമല്ലോ. നമ്മളോ ഇത് എടുത്തപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ, ഇനി മറ്റൊരാൾ ഇത് എടുക്കുമ്പോൾ ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ. ഞങ്ങൾക്ക് ഉണ്ടായ ഇതേമാതിരത്തെ ഒരു അവസ്ഥ വേറൊരാൾക്ക് ഉണ്ടാവരുത്. ഉണ്ടാവുന്നതിന് മുന്നേ അവരിതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇതൊക്കെ റെഡി ആക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഞാൻ ലാസ്റ്റായിട്ട് ഒന്നും കൂടെ പറയാണ്, ഇതിനെ പറ്റിയിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്നിട്ട് വേണം എനിക്ക് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന്. കാരണം നമ്മൾ ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോഴും ഇപ്പോൾ 15 എടുത്ത അത്ര ആൾക്കാരൊന്നും നമുക്ക് പരിചയമില്ല. ഇതിലിപ്പോൾ നമ്മളാണ് 15 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പറഞ്ഞുതരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.